ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. രാവിലെ തന്നെ ഞാൻ പാൽ വാങ്ങിക്കാൻ പോവാണ് കേട്ടോ. നമ്മൾ മാസം ആകുമ്പോൾ ഇങ്ങനത്തെ ഒരു കാർഡ് വാങ്ങിക്കണം. വാങ്ങിച്ചിട്ട് ഡെയിലി രാവിലെ 6:30 ആകുമ്പോൾ ഇവിടെ പാൽ അപ്പോൾ പാല് വാങ്ങിക്കാൻ ഞാൻ പോകുന്നു. 6:30 രാത്രി ഓട്ടം പോയിട്ട് വന്നതാണ് കേട്ടോ. ഒരു ട്രിപ്പ് ഉണ്ട് അല്ലേ. ഞാൻ പാല് വാങ്ങിയിട്ട് വന്നു. പിന്നെ നമുക്ക് ചായ ഉണ്ടാക്കാം. ഇന്ന് മോന് സ്കൂളുണ്ട്, അപ്പോൾ അവനിക്കുള്ള ഫുഡ് വേഗം ഉണ്ടാക്കണം. അപ്പോൾ ഇന്നലെ രാത്രി ഉണ്ടാക്കിയ ഫുഡ് കുറച്ച് ബാക്കിയുണ്ട്, ചോറ്. അപ്പോൾ നമ്മൾ കുറച്ച് നാരങ്ങയൊക്കെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് താളിച്ച് കൊടുക്കണം മോന് കേട്ടോ. ലെമൺ റൈസ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എന്തെങ്കിലും ഒരു പിന്നെ ഉപ്പേരി പോലെ വറുക്കുന്ന പോലെ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം. ഉണ്ടാക്കാൻ ഹലോ, ഇതെൻ്റെ ആദ്യത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. പക്ഷേ ഫുൾ ഡേ ഒന്നും ഞാനിതിൽ ആ വീഡിയോസൊന്നുമില്ല, ഫുൾ ഡേ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. കുറച്ച് വീഡിയോസ് എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. ആദ്യമേ തന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, എൻ്റെ കയ്യിലുള്ളത് ഒരു സാധാരണ ഫോണാണ്. ഒരു ഐഫോണോ ഫുൾ നല്ല ഫെസിലിറ്റീസുള്ള ഫോണോ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് കൊണ്ട് എനിക്ക് എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് എഡിറ്റ് ചെയ്യിപ്പിക്കാനോ ഉള്ള ഒരു ഫെസിലിറ്റീസും എനിക്കില്ല. എനിക്ക് ഒരുപാട് പരിമിതികളുണ്ട്. എനിക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവുകളും കുറവാണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഞാനൊരു ചെറിയ വീഡിയോസ് എടുത്തിട്ട് പിന്നെ അപ്ലോഡ് ചെയ്ത് വിടുന്നത്. അപ്പോൾ എൻ്റെ ലോങ് വീഡിയോയ്ക്ക് അത്ര റീച്ച് ആവുന്നൊന്നുമില്ല, അധികം വ്യൂവേഴ്സും കുറവാണ്. എന്നാലും എൻ്റെ ആഗ്രഹമാണ് അത് ചെയ്തിട്ട് ഒരു 100 പേരെങ്കിലും കാണുക, അതില്ലെങ്കിൽ 1-2 ലൈക്ക് കിട്ടുക, അല്ലെങ്കിൽ ഒരു കമൻറ്റ് കിട്ടുക. ഇതൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, എനിക്കും യൂട്യൂബിൽ നിന്നും എനിക്കും വരുമാനം കിട്ടണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ്. പക്ഷേ എനിക്കതിനുള്ള പിന്നെ ഒരു ഐഫോണോ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉള്ള ഒരു സാധാരണ ഫോൺ കൊണ്ട് നമ്മൾ ചെയ്യാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളെ ചവിട്ടിത്താഴ്ത്തുന്നത് നമ്മുടെ ഫ്രണ്ട് സർക്കുലറിലുള്ള ആൾക്കാരും പരിസരവാസികളും എന്താ പറയുക റിലേറ്റീവ്സും ഒക്കെയാണ്. അത് നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാർ. എല്ലാവരെയും അല്ല പറയുന്നത്, 1-2 പേര് എന്നെ ഇങ്ങനെ വിമർശിക്കുന്നുണ്ട്. ദയവ് ചെയ്ത് എന്നെ വിമർശിക്കാൻ വേണ്ടി വിമർശനം ഞാൻ സ്വീകരിക്കും, പക്ഷേ കളിയാക്കൽ, ചവിട്ടി താഴ്ത്തൽ, അയ്യേ ഇതെന്താ ഇങ്ങനെയൊക്കെ കാണിക്കണേ, ഇതെന്താ അങ്ങനെയൊക്കെ കാണിക്കണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് 1-2 കമൻറ്റ് ഞാൻ മറ്റുള്ളവരിൽ നിന്നും കേട്ടിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർ ദയവ് ചെയ്ത് എൻ്റെ വീഡിയോസ് കാണുകയാണെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോവുക. എന്നെ കുറ്റം പറയാൻ വേണ്ടി മാത്രം ഇത് കാണരുത്. ഞാനൊരു സാധാരണ വീട്ടമ്മയാണ്, എനിക്ക് വലിയ അറിവോ പഠിപ്പോ ഒന്നുമില്ല. അപ്പോൾ ഉള്ള കാര്യം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഒത്തിരി പേരുണ്ട്, പിന്നെ വലിയ വ്ളോഗറുണ്ട്, അവരും ഇതുപോലെ 1, 2, 3 എന്ന് പറഞ്ഞിട്ടുള്ള സബ്സ്ക്രൈബർ കൂടിയിട്ടാണ് അവരും വലിയ ലെവലിലൊക്കെ എത്തിയത്. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുവാണെങ്കിൽ എനിക്കും എന്തുകൊണ്ട് പറ്റില്ല എന്ന് ആലോചിച്ചിട്ട് ഞാൻ തുടങ്ങിയതാണിത്. എൻ്റെ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണം എനിക്ക് തോന്നിയ ഒരു ഐഡിയയാണ് ഇത് യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുള്ളത്. ഒരുപക്ഷെ ഞാനിതിൽ പരാജയപ്പെട്ടേക്കാം, അല്ലെങ്കിൽ വിജയിച്ചേക്കാം. എന്തു തന്നെ ആയാലും എന്നെ ആരും ഇങ്ങനെ ചവിട്ടി താഴ്ത്തുന്ന ലെവലിൽ സംസാരിക്കാതിരിക്കുക. അത് മറ്റുള്ളവരോടൊക്കെ പറഞ്ഞ് എൻ്റെ ഞാൻ ചെയ്യുന്ന കാര്യത്തെ ഒരു
ഒരു സിമ്പിളാക്കി മാറ്റരുത്. ഞാനും ഒരുപാട് ഇതിനൊക്കെ ചെയ്യുമ്പോൾ നല്ല കഷ്ടപ്പാടുണ്ടെന്ന് എനിക്കിത് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ദയവ് ചെയ്ത് അങ്ങനെയുള്ളവർ സ്കിപ്പ് ചെയ്ത് പോവുക. എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു 10 ആൾ അല്ലെങ്കിൽ 100 ആൾ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ എനിക്കത് മതി, സന്തോഷമാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നല്ല മഴക്കാലത്ത് ഞാനൊരു വീഡിയോ എടുത്തിരുന്നു. അപ്പോൾ വയനാടിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഒറ്റ മെസ്സേജ് വന്നിരുന്നു. ആ ഒരു മെസ്സേജ് എൻ്റെ ഭയങ്കര സന്തോഷമായി. ഒരു കൊച്ചു വ്ളോഗറാണെങ്കിലും കുട്ടിക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ആ മനസ്സ് വന്നല്ലോ. അപ്പം നിങ്ങളുടെ ജീവിതം നന്നാവട്ടെ എന്നൊക്കെ പറഞ്ഞതിന് വളരെ നല്ല രീതിയിൽ എനിക്കൊരു കമൻറ്റ് തന്നിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വിമർശനങ്ങളും എനിക്ക് നല്ലതൊക്കെയാണ്, പക്ഷേ ഇങ്ങനെ കളിയാക്കൽ, ചവിട്ടിത്താഴ്ത്തലിനോട് മാത്രമാണ് എനിക്ക് സങ്കടമുള്ളത്. അതും മറ്റുള്ളവരൊന്നും അല്ല, നമ്മുടെ ചുറ്റുപാടുള്ള അല്ലെങ്കിൽ ഫ്രണ്ട് സർക്കിളിലുള്ള ആൾക്കാരൊക്കെ പറയുമ്പോഴാണ് നമുക്ക് സങ്കടം ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ ദയവ് ചെയ്ത് എൻ്റെ വീഡിയോ കാണുമ്പോൾ സ്കിപ്പ് ചെയ്ത് പോയിക്കോളൂ, നോ പ്രോബ്ലം. അങ്ങനെ ലെമൺ റൈസ്, ഇക്ക് ഉണ്ടാക്കിയ ലെമൺ റൈസ് ഇതോട്ടേ. അങ്ങനെ എൻ്റെ പരാതികൾ പറയുന്നതിനിടയിൽ ലെമൺ റൈസ് റെഡിയാക്കി തന്നിട്ട് ഇക്ക പോയിട്ടോ. പിന്നെ ഞാൻ ഉരുളക്കിഴങ്ങ് വറുത്തു. അങ്ങനെ മോൻ്റെ ലഞ്ച് ബോക്സ് റെഡിയായി. വീട്ടമ്മമാർക്കും എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ പറ്റും എന്നതിനുള്ള ഒരു ഉദാഹരണമാണ് ഈ യൂട്യൂബ് ചാനൽ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഫാമിലി വ്ളോഗൊക്കെ എടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ എൻ്റെ മക്കളായിക്കോട്ടെ ഇക്ക ആയിക്കോട്ടെ ഇതിലൊക്കെ നിന്ന് സംസാരിക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മിടുക്കന്മാരൊന്നും അല്ല. മാത്രമല്ല ഇവരതിന് പിന്നെ ഇഷ്ടമില്ലാത്ത ആൾക്കാരാട്ടോ, താല്പര്യം കുറവാണ്. എനിക്ക് മാത്രമേ ഉള്ളൂ ഇതിനോടൊക്കെ എത്തിരിയെങ്കിലും താല്പര്യമുള്ളത്. അപ്പോൾ ഞാൻ സത്യത്തിൽ ഇതൊരു വരുമാന മാർഗ്ഗമായിട്ട് മാത്രമാണ് ഞാൻ എൻ്റെ ഈ ചാനലിന് ഞാൻ സത്യത്തിൽ മുന്നോട്ട് നീക്കുന്നത്. അപ്പോൾ എഡിറ്റ് ചെയ്യാനൊക്കെ ഞാൻ തന്നെ ഓരോന്ന് നോക്കിയിട്ടും പിടിച്ചിട്ടൊക്കെ മനസ്സിലാക്കിയതാണ്.
അപ്പോൾ ഇത് റീച്ചായാലും നമുക്ക് നമ്മുടെ സ്ഥിതി ഒന്ന് മെച്ചപ്പെടുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത് തുടങ്ങാൻ തന്നെ കാരണം. എൻ്റെ ചെറിയ മോനാണ് തുടങ്ങി തന്നതെങ്കിലും കുറച്ച് 2-3 വർഷങ്ങളൊക്കെ ആയി. എന്നിട്ട് ഇപ്പോഴാണ് ഇതിനെക്കുറിച്ച് ശരിക്കും ബോധേഡ് ആയത്. കാരണം ഇതുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഭയങ്കര അടിപൊളിയായിട്ട് ജീവിക്കുന്നവരെയൊക്കെ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലായി നമ്മളെന്ത് പൊട്ടത്തരമായി കാട്ടിയതെന്ന്. പക്ഷേ എന്ത് ചെയ്യാം, എനിക്കിതിനെക്കുറിച്ച് അറിവുമില്ല, ആരും എനിക്ക് ഹെൽപ്പ് ചെയ്യാനുമില്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അറിയുന്ന രീതിയിൽ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്. അങ്ങനെ മോൻ്റെ ലഞ്ച് ബോക്സൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചു. ലെമൺ റൈസും ഉരുളക്കിഴങ്ങ് വറുത്തതും ഒക്കെ ആക്കി. അപ്പോഴേക്കും മോന് ദോശ ചട്നിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവനത് കഴിക്കുക കേട്ടോ. ചായയൊക്കെ കുടിക്കുകയാണ്. മോന് കാണാതെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അവൻ കണ്ടാൽ പിന്നെ മതി. അങ്ങനെ മോൻ ഫുഡ് കഴിച്ചു. അവൻ പോകാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. പിന്നെ അമ്മ വന്നിട്ടുണ്ട്, ഇക്കാൻ്റെ അമ്മയാണ്. അപ്പോൾ അച്ചു പോകണമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അങ്ങനെ എൻ്റെ ചെറുത് പൊന്നൂസ് എന്നാണ് കേട്ടോ ഞാൻ വിളിക്കുന്നത്. അവനെ വിളിക്കുന്ന പൊന്നൂസ് എന്നാണ്. അപ്പോൾ അവൻ സ്കൂളിൽ പോയി. അതിനുശേഷം ഞാൻ ചെടികൾക്കൊക്കെ വെള്ളം നനച്ചു. 2-3 ദിവസമായിട്ട് മഴയില്ല, നന്നായിട്ട് വെയിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ചെടികളൊന്നും വാടണ്ടെന്ന് പറഞ്ഞിട്ട്, കാരണം മഴക്കാലമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ വെയിലടിച്ചാൽ ഭയങ്കരമായിട്ടുള്ള വെയിലാട്ടോ, ഉദിക്കുന്ന വെയിലാണ്. അപ്പോൾ 2-3 ദിവസം അടുപ്പിച്ചാകുമ്പോഴേക്കും ചെടികളൊക്കെ വാടാൻ തുടങ്ങും. അപ്പോൾ ഞാൻ ഹൗസിൽ വെള്ളം തെളിച്ച് കൊടുക്കുകയാണ്. മീൻ വാങ്ങിച്ചാലോ? മീൻ പോണല്ലേ? അങ്ങോട്ട് പോണേ ഉള്ളൂ. മീൻ വാങ്ങിക്കാം. എന്ത്? എന്ത് ചെടിയാണ്? ലക്കി പാമ്പ് ഇവിടെ എന്തെന്നാ കൊടുത്തയച്ചോളെ. ഇവിടെ ഫ്രണ്ടിൽ വെക്കാം. ഞാനിവിടെ ഫ്രണ്ടിലൊന്ന് വെച്ചു. അതുപോലെ സിഫുവിൻ്റെ വീട്ടിൽ പിന്നെ ഉള്ളിൽ വെച്ചതാണ്, നിറയെ 4-5. ഇത് വീടിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ. അപ്പോൾ ബാക്ക് സൈഡിൽ റോഡ് ആ സൈഡിലൂടെ പോയിട്ടുണ്ട്. അപ്പോൾ ആ വഴിക്ക് മീൻകാരൻ പോകണത് കണ്ടിട്ടോ ഞാൻ. അപ്പോൾ ഇന്ന് ഇതിലൂടെ പിന്നെ മീൻകാരനായിക്കോട്ടെ പച്ചക്കറിക്കാരായിക്കോട്ടെ ആര് പോയാലും നമ്മൾ ഇവിടെ നിന്ന് വിളിച്ചാൽ അവർ ഫ്രണ്ടിലൂടെ വരും. നമ്മുടെ ഫ്രണ്ടിൽ റോഡ് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് വിളിച്ചാൽ അവരൊക്കെ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് വരും കേട്ടോ. മത്തിയാ? എന്ത് മീനാ? അയില, കോര, തളയൻ, ചെമ്പല്ലി. അയില ഉണ്ട്. അയില എത്ര? അയില 160. മത്തി 400 രൂപ. നേരത്തെ ഇങ്ങ് മത്തി 300, അയില 160 രൂപ. ഒരു കിലോ മതിയോ? മതി. വേറെ മീൻ വാങ്ങിയതിന് ശേഷം ഞാനും അമ്മയും കൂടിയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. അപ്പോൾ ദോശയും
ഇഡ്ഡലിപ്പൊടിയും ചട്നിയും ഒക്കെ കൂടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും മോൻ സ്കൂളിൽ പോയതിന് ശേഷമാണ് കഴിച്ചത്. മണിക്ക പറഞ്ഞത് വലിയ ബില്ലിടാൻ പാടില്ല. ചായ കുടിച്ചില്ല? കുടിച്ചു. അത് കുടിച്ചില്ല. പിന്നെ ഉച്ചയ്ക്കുള്ള മീൻകറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ മീനൊക്കെ കഴുകി വെട്ടി വൃത്തിയാക്കി. ഇന്നത്തെ മീൻകറി ഉണ്ടാക്കാൻ പോണത് അമ്മയാണ്, ഇക്കാൻ്റെ അമ്മയാണ് കേട്ടോ. അപ്പോൾ അമ്മ ഇങ്ങനെ വല്ലപ്പോഴും വരുമ്പോഴോ അല്ലെങ്കിൽ അമ്മയുടെ വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും മീൻകറി ഉണ്ടാക്കുക അല്ലെങ്കിൽ ബിരിയാണി ഉണ്ടാക്കുക അങ്ങനെയുള്ള കറി ഉണ്ടാക്കുന്നതിൽ ആൾ എക്സ്പേർട്ടാണ്. അവരുടെ ഫാമിലിയിൽ വെച്ചിട്ട് തന്നെ നല്ലൊരു കുക്കാണ് കേട്ടോ എൻ്റെ അമ്മായിയമ്മ. അപ്പോൾ അവരാണ് ഇന്നത്തെ അയില മീൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ല നാടൻ വെണ്ടക്ക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെണ്ടക്ക ഇട്ടിട്ടാണ് മീൻ കറി ഉണ്ടാക്കുന്നത്. ഇനി ഞാൻ സ്പീഡിൽ മീൻ കഴുകി വെട്ടി വൃത്തിയാക്കുന്നത് നിങ്ങൾക്ക് കാണാം. എങ്ങനെയുണ്ട്? ഭയങ്കര സ്പീഡാട്ടോ എനിക്ക്. അപ്പോൾ അമ്മ നാടൻ വെണ്ടയ്ക്ക മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഫ്രഷ് വെണ്ടയ്ക്കയാണ് കിട്ടിയത്. അപ്പോൾ തക്കാളിയും ഉള്ളിയും ഒക്കെ അരിയാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് മീനിൽ മുളകും മഞ്ഞളും ഉപ്പും മറ്റ് മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. വറുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. മീൻകറിക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതാ വെണ്ടയ്ക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വാളൻ പുളിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇത് നിങ്ങൾക്കിതിൽ കാണുന്നുണ്ടോയെന്നറിയില്ല, കണ്ട. അപ്പോൾ അത് വെള്ളത്തിലിട്ട് വയ്ക്കാം. അപ്പോൾ മീനൊക്കെ മുളകൊക്കെ ഇട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി തേങ്ങ ചിരവി അരച്ച് കൊടുക്കണം, അതാണ് എൻ്റെ ഡ്യൂട്ടി. അത് കഴിഞ്ഞാൽ നമുക്ക് മീൻകറി ഉണ്ടാക്കുന്നത് കാണിക്കാം. ആദ്യം തന്നെ നമുക്ക് വെണ്ടയ്ക്ക ഒരു ചീനച്ചട്ടിയിലിട്ടിട്ട് വെളിച്ചെണ്ണയിൽ വാട്ടിയെടുക്കണം കേട്ടോ. നല്ലോണം വഴറ്റണം. എന്നിട്ട് നന്നായിട്ട് വാടുന്ന വരെ വഴറ്റിയിട്ട് മാറ്റി വയ്ക്കണം. വെളിച്ചെണ്ണയും ഓയിലും ഒഴിച്ച് ചൂടാവുമ്പോൾ നമ്മൾ ഉലുവ ഇടുന്നുണ്ട്. ഉലുവ പൊട്ടിയതിന് ശേഷം ജീരകം ഇടുന്നുണ്ട്. എന്നിട്ട് രണ്ടും പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെറിയുള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ കൂടി ഇട്ടിട്ട് വഴറ്റാണ് കേട്ടോ ചെയ്യുന്നത്.
തക്കാളിയും ഉള്ളിയും ഒക്കെ വാടിയതിന് ശേഷം നമ്മൾ മുളക് പൊടി ഇട്ടിട്ട് പുളിവെള്ളം ഒഴിക്കുകയാണ്. പുളിവെള്ളം ഒഴിച്ചതിന് ശേഷമാണ് നമ്മൾ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ അതിലിടുന്നത് കേട്ടോ. അപ്പോഴാണ് ചാറ് തിളയ്ക്കുമ്പോൾ നല്ലൊരു വാസന ഉണ്ടാകുന്നത്. നമ്മൾ പൊടികളൊക്കെ ഇട്ടതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഉപ്പൊക്കെ നോക്കണം. അതിനുശേഷം വെണ്ടയ്ക്ക ഇട്ടിട്ട് നല്ലോണം തിളപ്പിക്കണം. അപ്പോൾ വെണ്ടയ്ക്ക വേകണം, അപ്പോൾ നല്ലോണം വേകണം. അപ്പോൾ നമുക്ക് വെണ്ടയ്ക്ക ഇട്ടിട്ട് കുറച്ച് നേരം തിളപ്പിക്കാം. അപ്പോൾ അതിനിടയിൽ നമ്മൾ അമ്മ ടി വിയുടെ മുന്നിലിരുന്നു കേട്ടോ. അത് വെന്ത് വരുന്നവരെ ടി വിയിൽ നല്ലൊരു സിനിമയൊക്കെ കണ്ടുകൊണ്ട് വെണ്ടയ്ക്ക ഇട്ടിട്ട് നല്ലോണം തിളച്ച് വെന്തൊക്കെ വന്ന് അപ്പോൾ മീനെടുത്ത് മീൻ കഷ്ണങ്ങളൊക്കെ അതിലിടുക. എന്നിട്ട് മീൻ നന്നായിട്ട് വെന്ത് വരുമ്പോൾ തേങ്ങ അരച്ച് ഒഴിക്കുക. തേങ്ങ അരച്ച് ഒഴിച്ചതിന് ശേഷം ഒരു തിള വന്നത് ഓഫ് ചെയ്യണം. അങ്ങനെയാണ് പാലക്കാടൻ സ്റ്റൈൽ മീൻ കറി കേട്ടോ. പ്രത്യേകിച്ച് എൻ്റെ അമ്മായിമ്മയുടെ സ്പെഷ്യൽ മീൻ കറിയാണ്. അങ്ങനെ അമ്മായിമ്മയുടെ സ്പെഷ്യൽ മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത് കാണുന്ന എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ, നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞതും ഭയങ്കര ചൂടായിരുന്നു. മഴക്കാലത്ത് വെയിൽ വരുമ്പോൾ ഭയങ്കര ചൂടാട്ടോ, സഹിക്കാൻ പറ്റാത്തൊരു ചൂട് നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ ഒത്തിരി കുറച്ച് നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ രണ്ടുപേരും കുടിച്ചു. നമ്മുടെ ഫേവററ്റ് സിനിമ ബാക്കിൽ ടി വിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്, നാടോടിക്കാറ്റ്. പക്ഷേ ഇതിനിടയിൽ എനിക്ക് ഇടയ്ക്ക് ഭയങ്കര സങ്കടം വന്നിട്ട്. അത് വേറൊന്നുമല്ല, എനിക്ക് എൻ്റെ മോനെ ആലോചിച്ച് പെട്ടെന്ന് എനിക്ക് ഭയങ്കര സങ്കടം വന്നു. ഈ ടൈമിലൊക്കെ ഞാൻ അവനെ മിസ് ചെയ്തു. ഉച്ച നേരത്തൊക്കെ എന്നും എൻ്റെ കൂടെ ഇങ്ങനെ ഉണ്ടാകുന്ന കുട്ടിയാണ്. അപ്പോൾ അത് വല്ലാത്ത മനസ്സിന് വിഷമം വന്നു. പിന്നെ മീനൊക്കെ വറുക്കാൻ നിന്നു. കുറച്ച് മീനെ വറുത്തത്, ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു രാത്രി വറുക്കാമെന്ന് കരുതിയിട്ട്. ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന എടുത്തില്ല കേട്ടോ, കാരണം ഇക്കാൻ്റെ മാമൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് വൈകുന്നേരം അമ്മയ്ക്ക് ഞാൻ ചായ ഉണ്ടാക്കി കൊടുത്തു. ഞാൻ ചായ കാപ്പി അങ്ങനെയൊന്നും കുടിക്കാറില്ല. പക്ഷേ വല്ലപ്പോഴും ഞാൻ കുടിക്കാറുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും എനിക്ക് ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു സ്നാക്സൊക്കെ വേണം കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചില സമയത്ത് ഇൻട്രസ്റ്റ് തോന്നിയിട്ട് ഞാൻ ഒരു ഹാഫ് ഗ്ലാസ് ചായ മാത്രം ഞാൻ വല്ലപ്പോഴേ കുടിക്കാറുള്ളൂ. ആരാണ് ആര് ഇതാ പോന്നാ ചായ? വാട്ട് എ സർപ്രൈസ്! അപ്പം ഞാൻ ചായ ഉണ്ടാക്കി കൊണ്ടുവരുമ്പോൾ അത്തയും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ റേഷൻ കടയിൽ നിന്നും എനിക്ക് പച്ചരിയൊക്കെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ കടയിൽ നിന്ന് പച്ചരിയൊക്കെ ഭയങ്കര വിലയാണ്. അപ്പോൾ റേഷൻ കടയിൽ നിന്നാണ് ഉമ്മ പച്ചരി വാങ്ങിക്കുമ്പോൾ എനിക്ക് കൊണ്ട് തരാറുണ്ട്. അതിലാണ് നമ്മൾ പിന്നെ ദോശമാവും ഇഡലിമാവൊക്കെ അരയ്ക്കുന്നത്. എൻ്റെ അത്തയമ്മയും എന്ന് വരുമ്പോഴും എനിക്ക് സ്ഥിരം വാങ്ങിയിട്ട് വരുന്നതാണ് കേട്ടോ എണ്ണക്കടികൾ. കാരണം ഇവിടെ എൻ്റെ ഇക്ക ഇത് പ്രോത്സാഹിപ്പിക്കാറില്ല. ഇത് അത്രയും ഡെയിലി കഴിക്കുന്നത് ശരിയല്ല എന്ന് വെച്ചിട്ട്. പക്ഷേ എനിക്ക് ഇത് ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ അത്ത ഇപ്പോൾ വരുമ്പോഴും എനിക്കിത് വാങ്ങിച്ചിട്ട് വരാറുണ്ട്. എൻ്റെ അത്ത കാപ്പിയാണ് കുടിക്കാറ്. അപ്പോൾ നമ്മളിവിടെ ഇവിടെ പിന്നെ സ്റ്റോർ ചെയ്ത് വെച്ചത് എപ്പോഴും ഫ്രഷ്നെസ് പോകും. എൻ്റെ അത്താക്ക് അത് ഇഷ്ടമല്ല. ഫ്രഷ് ആയിട്ടുള്ള കാപ്പിപ്പൊടിയിലാണ് കാപ്പി കുടിക്കാറുള്ളൂ. അപ്പോൾ ഇപ്പോൾ വരുമ്പോഴും അത്ത കൂടെ കാപ്പിപ്പൊടിയും കൊണ്ടാണ് വരിക. അപ്പോൾ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എണ്ണ പലഹാരമൊക്കെ അത്താക്കും ഉമ്മാക്കൊക്കെ കൊടുത്ത് ഞങ്ങളൊക്കെ കഴിച്ചു. ബാംഗ്ലൂരിൽ പോയി വന്നതിന് ശേഷം അന്ന് തന്നെ എൻ്റെ ഉമ്മ തിരിച്ചു പോയതാണ്. ഇപ്പോഴാണ് വരുന്നത് കേട്ടോ, അരിയൊക്കെ വാങ്ങിയിട്ട്. അപ്പോൾ ഇത് ഈവനിങ് ആണ്. അപ്പോൾ ഇതുവരെയാണ് ഞാൻ വീഡിയോ എടുത്തത്. പിന്നെ എൻ്റെ മോൻ വന്നതും രാത്രിയൊക്കെ വന്ന്
അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോയിൽ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യൂ, എന്നെ സപ്പോർട്ട് ചെയ്യൂ. എല്ലാവരെയും എല്ലാവരെയും പോലെ വലിയ വലിയ യൂട്യൂബേഴ്സിനെ പോലെ ആവാൻ പറ്റിയില്ലെങ്കിലും ഒരു ചെറിയൊരു യൂട്യൂബർ എന്നൊരു പേരൊക്കെ എടുക്കണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അങ്ങനെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ എനിക്ക് ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ. താങ്ക് യു.